ഇന്ന് വൈകുന്നേരം ഹോട്ടൽ ധീരയിൽ വെച്ചൊന്ന് കൂടിയാലോ? ഒരിക്കലും മറക്കില്ലെന്നുറപ്പൊരു സുന്ദര സായാഹ്നം ഓഫർ ചെയ്യുന്നു ഞാൻ. പോരുന്നോ എനിക്കൊപ്പം? മെയിലുകൾ ചെക്ക് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് വന്നൊരു മെസ്സേജ് ട്യൂൺ കേട്ട് മൊബൈലെടുത്ത് നോക്കിയ ഗോവിന്ദിന്റെ മുഖത്തൊരു കള്ളത്തരം ഒളിപ്പിച്ച് ചിരി തെളിഞ്ഞു. അവന്റെ നോട്ടമൊന്ന് മാനേജറുടെ ക്യാബിനിലേക്ക് പാളിയതും കണ്ടു. പ്രതീക്ഷയോടെ അവനെ നോക്കിയിരിക്കുന്ന മാനേജർ വന്ദനെ. അവളിലുമുണ്ടൊരു കള്ളത്തരം ഒളിപ്പിച്ചൊരു വശ്യമായ ചിരി. അകത്തേക്ക് ചെല്ലാനെന്ന വിധം വന്ദന കണ്ണുകൊണ്ട് അവനെ ക്ഷണിച്ചതും കയ്യിലൊരു ഫയലും എടുത്ത് ചുറ്റും തന്നിലേക്ക് കൂർപ്പിച്ച് നിർത്തിയിരിക്കുന്ന അനേകം കണ്ണുകളെ അവഗണിച്ച് മാനേജറുടെ ക്യാബിനിലേക്ക് നടന്നു ഗോവിന്ദ്. ചാക്കോ, ദേ നോക്കടാ. മാനേജറുടെ ക്യാബിനകത്തേക്ക് ഗോവിന്ദ് കയറിയതും അടുത്തിരുന്ന ചാക്കോയെ തട്ടി വിളിച്ചത് കാണിച്ചു കൊടുത്തു മുരളി. ഞാൻ നിന്നോടൊന്ന് പറഞ്ഞപ്പോൾ സത്യമായില്ലേ? നോക്ക്, ഇന്നിത് എത്രാമത്തെ പ്രാവശ്യമാണ് ഗോവിന്ദ് വന്ദന മേഡത്തിന്റെ ക്യാബിൽ കയറുന്നത്. ഇതിനു മാത്രം എന്ത് സംശയമാണ് അവന് നമ്മളോടൊന്നും ചോദിക്കാതെ മാഡത്തോട് മാത്രമായി ചോദിച്ചറിയാൻ? ഇതൊന്നും ശരിയല്ല ചാക്കോ. നിനക്കറിയാലോ അവനൊരു കുടുംബവും കുട്ടികളും എല്ലാം ഉള്ളവനാണെന്ന്. ഗോവിന്ദ പ്രവൃത്തിയിൽ അവനോടുള്ള നുരഞ്ഞു പൊന്നുന്ന ദേഷ്യം മുഴുവൻ അടങ്ങിയിട്ടുണ്ട് മുരളിയുടെ ശബ്ദത്തിൽ. മുരളിയെ ഒന്ന് നോക്കിയ ചാക്കോയുടെ കണ്ണുകളും ഗോവിന്ദിന് പുറകെ ക്യാബിനുള്ളിലേക്ക് നീണ്ടു. എന്താണ് ഗോവിന്ദേ, ഞാനൊരു മെസ്സേജ് അയച്ചിട്ട് അതിന് മറുപടി തരാൻ ഇത്ര താമസം? അയാൾക്ക് താല്പര്യമില്ല. വൈകിട്ടത്തെ കൂടിക്കാഴ്ചയ്ക്കുള്ളിൽ ഞാൻ നിർബന്ധിക്കില്ല. ഇയാൾക്കും കൂടി ഇഷ്ടവും താല്പര്യവും ഉണ്ടെങ്കിൽ മതി. ഗോവിന്ദിനെ അവൻ കാണും വിധം കണ്ണിലാക്കി ഒന്ന് ഒഴിഞ്ഞു നോക്കിയാണ് വന്ദനയുടെ സംശയം. വെളുത്തു നീണ്ട ഏതൊരു പെണ്ണും ആഗ്രഹിക്കും വിധം സുന്ദരനായിട്ടുള്ള ഗോവിന്ദിന്റെ ഉറച്ച നെഞ്ചിലും ബലിഷ്ഠമായ ശരീരത്തിലുമെല്ലാം വശ്യതയോടെ അലസ്തം ഒഴുകുന്നുണ്ട് വന്ദനയുടെ കണ്ണുകൾ. അവളുടെ നോട്ടവും മുഖത്തെ ഭാവവും എല്ലാം ഗോവിന്ദിൽ വല്ലാത്തൊരു സന്തോഷം നിറയ്ക്കുന്നുണ്ട്. എന്താ ഗോവിന്ദ്, വൈകിട്ട് കാണണ്ടേ? ഇയാൾക്ക് താല്പര്യമില്ലേ? ഗോവിന്ദിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് തന്നെ മുന്നിലെ ടേബിളിലേക്ക് ആഞ്ഞിരുന്ന വന്ദന ചോദിച്ചതും സാരിക്കിടയിലൂടെ വെളിവായ അവളുടെ നഗ്നതയിൽ ഉടക്കി നിന്നു ഗോവിന്ദിന്റെ മിഴികൾ ഒരു നിമിഷം. താല്പര്യമുണ്ട് മാഡം, നല്ല താല്പര്യമുണ്ട്. വൈകുന്നേരം മാഡത്തെ കണ്ടേ മതിയാവുള്ളൂ എന്നെനിക്ക്. കണ്ണു നിറുക്കി അടച്ച് കീഴ്ച്ചുണ്ടിലൊന്ന് പലമർത്തി പ്രത്യേക ഭാവത്തിൽ ഗോവിന്ദ അവളെ നോക്കി പറഞ്ഞതും വന്ദനയിൽ അവനെ അത്രയും മോഹിപ്പിക്കുന്ന ഒരു ചിരി വിരിഞ്ഞു. വന്ദനയുടെ ക്യാബിൻ ഡോർ തുറന്നൊരു ചിരിയോടെ പുറത്തേക്ക് വരുന്ന ഗോവിന്ദിനെ ദേഷ്യത്തോടെ നോക്കി മുരളി. 6 മാസത്തോളമായി ഗോവിന്ദ ഇവിടേക്ക് സ്ഥലമാറ്റം കിട്ടി വന്നിട്ട്. വന്ന അന്നു മുതൽ സൗഹൃദമുണ്ട് ചാക്കോയും മുരളിയും അവനും തമ്മിൽ. കുടുംബത്തെ ജീവനായി കണ്ടുകൊണ്ട് നടക്കുന്ന ഗോവിന്ദിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നത് വന്ദന ഇവിടേക്ക് സ്ഥലമാറ്റം വന്നത് മുതലാണ്. സ്ത്രീകളോട് അത്ര ബഹുമാനവും മാത്രം ബഹുമാനത്തോടെ ഇടപെടുന്ന വന്ദനയുടെ ചായ്വ ഓഫീസിലെ പലരും ശ്രദ്ധിക്കുന്നുണ്ട്. ചാക്കോ, ഞാൻ വൈകിട്ട് അരമണിക്കൂർ നേരത്തെ ഇറങ്ങും കേട്ടോ, ഒരത്യാവശ്യമുണ്ട്. ചാക്കോട് പറയുന്നതിനോടൊപ്പം തന്നെ മുരളിയിലേക്കും പോകുന്നുണ്ട് അവൻ്റെ മിഴികൾ. അവർ രണ്ടാളും ഒരുമിച്ച് പ്ലാൻ ചെയ്താണ് ഈ പോകുന്നതെങ്കിൽ ഇന്നത്തോടെ ഇത് നിർത്തിയിരിക്കും ചാക്കോ. ഞാൻ അവനവൻ്റെ ഭാര്യയും മക്കളെയും മറന്നിട്ടുള്ള ഈ പരിപാടിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല. എനിക്കുമുണ്ട് ഞാൻ ചെല്ലുന്നത് നോക്കി വഴുക്കണ്ണുമായി കാത്തിരിക്കുന്ന പെണ്ണൊരുത്തി. എൻ്റെ ജീവനാണവൾ. മുരളി പറയുമ്പോൾ ചാക്കോയുടെ ഉള്ളിൽ മിഴിവോടെ തെളിഞ്ഞവൻ്റെ പെണ്ണിൻ്റെ രൂപമാണ്. വൈകുന്നേരമായതും ആദ്യം ഗോവിന്ദും അവന് പുറകെ വന്ദനയും ഓഫീസിൽ വിട്ടിറങ്ങിയതും അവരറിയാതെ അവരുടെ പുറകെ തന്നെ ചെന്നു മുരളിയും ചാക്കോയും. ഹോട്ടൽ ധീരയുടെ ലക്ഷറി റൂമിലേക്ക് കൈകൾ കോർത്ത് ചിരിയോടെ കയറിപ്പോകുന്ന ഗോവിന്ദനെയും വന്ദനയും ഇത്തവണ മുരളി നോക്കി നിന്നത് നൊമ്പരത്തോടെയാണ്. തങ്ങൾ ഒരുവൻ ഇത്രയും തരം താണ് പോയതും അവൻ്റെ മനസ്സ് വല്ലാതെ മുറിവേൽപ്പിച്ചു. അടച്ചിട്ട മുറിക്കുള്ളിൽ വന്ദനയുടെ നഗ്നതയിൽ ഗോവിന്ദ് പുതിയ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അവൻ്റെ ശരീരത്തിനിടയിൽ വന്ദന വശ്യമായ ഒരു ചിരിയോടെ തളർന്നു കിടന്നു. മുരളി, അവർ രണ്ടാളും തമ്മിലുള്ള ബന്ധം അതിൻ്റെ എല്ലാ അതിരുകളും ഭേദിച്ചു കഴിഞ്ഞു. വെറും കാഴ്ചക്കാരായി നിൽക്കാനും നമുക്കിനി സാധിക്കൂ. നമുക്ക് മടങ്ങിപ്പോവാം, വാ. ചിന്തയിൽ മുഴുകി നിന്ന പോലെ ഗോവിന്ദൻ്റെ ബൈക്കിന് പിന്നാലെ അവനെ പിന്തുടർന്ന മുരളിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ചാക്കോ. ഹോട്ടൽ മുറിയിൽ നിന്ന് ആദ്യം വന്ദന ഇറങ്ങി പോയതിനു ശേഷമാണ് ഗോവിന്ദ് ഇറങ്ങി വന്നത്. വീട്ടിലേക്ക് 1-2 സാധനങ്ങൾ വാങ്ങി ബൈക്കിൽ കയറി ഗോവിന്ദിന് പിന്നാലെ അപ്പോൾ കൂടിയതാണ് മുരളി ചില ലക്ഷ്യങ്ങളോടെ. വീട്ടിലെത്തി ബൈക്ക് ഹാൻഡിലിൽ തൂക്കിയിട്ട സാധനങ്ങളുമായി അകത്തേക്ക് കയറാൻ ഒരുങ്ങിയ ഗോവിന്ദ് തൻ്റെ വീട്ടിലേക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കടന്നു വന്ന് മുരളിയെയും ചാക്കോയും കണ്ട് അമ്പരന്നു. ഇതെന്താ, നിങ്ങളൊരു മുന്നറിയിപ്പുമില്ലാതെ? മുഖം നിറയെ ചിരിയോടെ ചോദിച്ചവർക്കടുത്തെത്തി ഗോവിന്ദ്. നീ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ നിനക്ക് പിന്നാലെ ഉണ്ട് ഗോവിന്ദ് ഞങ്ങൾ. നീ പോയിടത്തെല്ലാം ഞങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രിയ സുഹൃത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം നേരിട്ടറിയാൻ. ദേഷ്യം നിയന്ത്രിച്ചെന്ന പോലെ മുരളി പറഞ്ഞതും ഗോവിന്ദിന്റെ മുഖത്തെ ചിരിമാഞ്ഞു. അവനെന്തോ പറയാൻ തുടങ്ങും നേരം തന്നെ വീടിനുള്ളിൽ നിന്ന് അവൻ്റെ ആളുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങി വന്നു. ആരെ കണ്ണാ ഇവര്? കൂട്ടുകാരാണോ? ഗോവിന്ദിന്റെ അമ്മ വന്ന് ചോദിച്ചതും പിന്നെ ഒരു ബഹളായിരുന്നു അവിടെ. കൂട്ടുകുടുംബമാണ് ഗോവിന്ദിൻ്റെതെന്ന് തിരിച്ചറിഞ്ഞവർ. അമ്മയും അച്ഛനും ഏട്ടനും അനിയനും അവരുടെ ഭാര്യമാരും കുട്ടികളും എല്ലാവരും സന്തോഷത്തോടെ താമസിക്കുന്ന ഒരു കുഞ്ഞു സ്വർഗം. ഇതാണ് കേട്ടോ എൻ്റെ കുറുമ്പന്മാർ. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇവരെ. 4 വയസ്സോളം പ്രായമുള്ള 2 ഇരട്ട ആൺകുട്ടികളെ കയ്യിലെടുത്ത് വന്ന് ഗോവിന്ദ് പറഞ്ഞതും അവനെ ദേഷ്യത്തിൽ നോക്കി മുരളി. ഇത്ര നല്ല കുടുംബത്തിനകത്ത് ജനിച്ചിട്ടും നീ എങ്ങനെയാ ഗോവിന്ദ് ഇത്രയും തരം താഴ്ന്നു പോയത്?
മുരളി ചോദിച്ചതും അവനെ ഒന്ന് നോക്കി ഗോവിന്ദ. ഇതെന്താ ചാക്കോയും മുരളിയും ഇവിടെ? പുറകിൽ നിന്നൊരു ചോദ്യം കേട്ട് തിരിഞ്ഞവർ തങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടി. വന്ദന മേഡം. കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന് നിൽക്കുന്ന വന്ദനയെ അവിടെ കണ്ടവർ പകച്ചു. ഗോവിന്ദനെ നോക്കിയപ്പോൾ അവൻ്റെ മുഖനിറയെ കളച്ചിരിയാണ്. ഇതാണ് എൻ്റെ ഭാര്യ വന്ദന. വന്ദന ഗോവിന്ദ്. നിങ്ങൾ ഓഫീസിലും ഹോട്ടലിലും ഇപ്പോൾ ദേ എൻ്റെ വീട്ടിലും കാണുന്നത് ഒരാളെ തന്നെയാണ്. ഗോവിന്ദ പറഞ്ഞതും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി വന്ദന പൊട്ടി വന്ന് ചിരിയമർത്തി അകത്തേക്ക് നടന്നു. എൻ്റെ ഭാര്യ എൻ്റെ മേലുദ്യോഗസ്ഥയാണെന്ന് പറയാനുള്ള മടി കൊണ്ടൊന്നുമല്ല മുരളി ഞങ്ങളിത് രഹസ്യമാക്കി വെച്ചത്. ഒരു രസം, ജീവിതത്തിലെ ഓരോ കാര്യവും തിരിച്ചറിയാനുള്ള ഇഷ്ടം. അതിലുപരി അവളെൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയാലോ എന്നുള്ള ചിന്ത. അങ്ങനെ പല കാരണങ്ങളുണ്ടോ. പിന്നെ ഞാനും വന്ദനയും ഏറെ ആസ്വദിക്കുന്നുണ്ട് ഈ തൊഴിലാളി മുതലാളി അവിഹിത ബന്ധം. പൊട്ടിച്ചിരിയോടെ പറയുന്ന ഗോവിന്ദനെ കനപ്പിച്ച് നോക്കി മുരളിയും ചാക്കോയും. ഇത്രയും വലിയ വീടുണ്ടായിട്ട് എന്താണോ നിങ്ങൾ ഹോട്ടലിൽ റൂം എടുത്ത് ശൃംഗരിക്കുന്നത്? ഇവിടെ സ്ഥലവും സമയവും ഇല്ലേ നിങ്ങൾക്ക്? ദേഷ്യം അടങ്ങുന്നില്ല മുരളിക്ക്. ഇവിടെ വെച്ച് ശൃംഗരിച്ചാൽ അതെൻ്റെ ഭാര്യയോടുള്ള ശൃംഗരിക്കലാവും. ഓഫീസിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിൽ വെച്ചാകുമ്പോൾ അതെൻ്റെ മാഡത്തോടൊപ്പമുള്ള രഹസ്യ ബന്ധാവും. അതിൻ്റെ ത്രില്ലൊന്ന് വേറെയാണ് മോനെ, അത് അനുഭവിച്ച് തന്നെ അറിയണം. പൊട്ടിച്ചിരിയോട് പറയുന്ന ഗോവിന്ദനെ അമ്പരന്ന് നോക്കി നിന്ന ചാക്കോയിലും മുരളിയിലും ചിരി തെളിഞ്ഞ നേരം അവൻ അവൻ്റെ ജീവിതം എത്ര സന്തോഷമായും സുന്ദരമായാണ് ആഘോഷിക്കുന്നതെന്ന ചിന്തയിൽ ചിലരിങ്ങനെയാണ് കിട്ടുന്ന ജീവിതത്തിൽ തൃപ്തരാകും. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്